ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിയായി കാണും. എന്നാലും നല്ല മഞ്ഞാണ് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഫുള്ളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് രാവിലെ എത്തി. അപ്പോൾ ചേച്ചിക്ക് ഇന്നലെ രാത്രി എത്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കും കേട്ടോ. നല്ല തണുപ്പും നല്ല ഇതും എല്ലാവരും നല്ല ഉറക്കം. അപ്പം ആരും എഴുതിയിട്ടില്ല കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാം. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. രാവിലെ അക്കുമോനും ശല്യം ചെയ്യാം എല്ലാം ഉണ്ട് കേട്ടോ. 3 പേരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കള വന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാതെ അവന്മാർ പോകത്തില്ല. പോവാം. ഒരാൾക്കാണെങ്കിൽ പേടിയില്ല കേട്ടോ. ഞാൻ മുമ്പേ എടുത്തപ്പോൾ എല്ലാവരും ചീറ്റ് വരുന്നു. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുക. അപ്പോൾ അവരെണ്ണിക്കുന്നതിന് മുമ്പ് നല്ല പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി വേണം. അപ്പോൾ മാവ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. പിന്നെ എല്ലായിടത്തും നമുക്ക് ഒഴിക്കാം. 2ാമത്തെ തട്ടും നമ്മൾ ഒഴിച്ചു. അടുത്ത 3 തട്ട് മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. മൂടി വെച്ചു. ഇത് ഏകദേശം കേട്ടോ. രാവിലെ കാന്താരി തപ്പി ഇറങ്ങിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ പഴയതുപോലെ ഇപ്പോൾ കാന്താരി കുറവാട്ടോ. മമ്മിയോട് പറഞ്ഞാൽ ഇന്ന് കാന്താരി കുറവ്. എന്നാലും ഞാൻ പറഞ്ഞു എനിക്കുള്ള കാന്താരി എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് കാന്താരിയൊക്കെ പറിക്കട്ടെ. അപ്പോൾ ഒരു ചമ്മന്തിക്കുള്ള കാന്താരി കിട്ടോ. ശരിയാ കേട്ടോ. കാന്താരി വന്നത് ഇവിടെ കുറവാണ്. ഇപ്പം ഈ പക്ഷികളൊക്കെ വന്ന് കുത്തിപ്പറിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേ കിട്ടുന്നുള്ളൂ കാന്താരി. രാവിലെ കണ്ടോ മഞ്ഞൊക്കെ നല്ല രസമാണ്. രാവിലെ വന്നിങ്ങനെ നിൽക്കാനൊക്കെ കേട്ടോ. മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാൻ പറമ്പ് വന്നിങ്ങനെ എടുക്കുന്ന കേട്ടോ വീഡിയോ കേട്ടോ. മഞ്ഞ് കുറഞ്ഞു കേട്ടോ. ചില സമയത്തൊക്കെ ഭയങ്കര മഞ്ഞായിരിക്കും. രാവിലെ നല്ല കിളികളൊക്കെ ആണെങ്കിലും എല്ലാം നല്ലൊരു ഏകാന്തത കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് എന്താ രാവിലത്തെ മഞ്ഞുണ്ടോ. അവിടെയൊക്കെ നല്ല ശരിക്കും മഞ്ഞുണ്ട്. അങ്ങനെ ഇഡ്ഡലി നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേണം കേട്ടോ. കുഞ്ഞ് ഇഡ്ഡലി കേട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞു മേതക്കുട്ടി രാവിലെ എഴുതിയിട്ട് നോക്കൂ കേട്ടോ. ഈ അമ്മ എന്തോ ഇവിടെ കാണിക്കുന്നതെന്ന്, എന്തോ അമ്മ ചെയ്യുന്നതെന്ന്. അപ്പം ചമ്മന്തി ഏകദേശം ഇങ്ങനെ റെഡിയായി കേട്ടോ. ഇനി അവരെല്ലാം എണീറ്റ് കഴിയുമ്പം കഴിക്കാമെന്ന് ഓർക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല ഉറക്കം. ചേച്ചിയൊക്കെ ഇവിടെ എഴുന്നിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കം. യാത്രക്ഷീണമൊക്കെ ആയതുകൊണ്ട് മേതക്കുട്ടിയുടെ ചേട്ടൻ സന്തോഷത്തിൽ മേതക്കുട്ടി ഇരിക്കുക കേട്ടോ. അപ്പം ബാംഗ്ലൂർ വെച്ച് കണ്ടതാണ് പ്രണവക്കുട്ടിനെ. പിന്നെ അവൻ ഇന്ന് വന്നു. ഇന്നലെ രാത്രി ഏകദേശം എനിക്ക് വന്ന് എത്ര മണിയായി എടുത്തില്ല 12 മണിയൊക്കെ ആയിപ്പോൾ തന്നെ ഇവിടെ എത്തിയത്. അപ്പം മേതക്കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് ചേട്ടൻ വണ്ടിയൊക്കെ കഴുകാനുള്ള പരിപാടിക്ക് കേട്ടോ കാർത്തികേട്ടൻ. അപ്പം ചേച്ചിയൊക്കെ അപ്പുറത്തുണ്ട്. ഇങ്ങോട്ടേ. അപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:45 കേട്ടോ. അപ്പം 12:45 കഴിഞ്ഞ് മമ്മി പറഞ്ഞു കേട്ടോ. അപ്പം ഈ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്കിതിന് ഹൽദി ഉണ്ട്. അപ്പോൾ അതിന് കോള റെഡി ചെയ്തിരിക്കാം. അപ്പം മമ്മിയുടെ മീൻകറി ഇട്ടുള്ള ഒരു ചോറൊന്ന് കഴിക്കും കേട്ടോ. കുറേ നാളെ മമ്മി മീൻകറി ഇട്ടിട്ട് നല്ല ദേശമാണ് മീൻ. ഇത് ബീറ്റ്റൂട്ട് തോരൻ. അടിപൊളിയുണ്ട് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞപ്പോൾ മേതക്കുട്ടിക്ക് പ്രണവിനോട് പറയാം പുളിപ്പാരിക്ക് വറക്കണം. അപ്പോൾ പ്രണവ് പുളിപ്പാരിക്ക് വറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പുളിപ്പേരിക്ക് എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഇവന്മാരെന്നെ ഒരിടത്തും ഇരിക്കത്തില്ല. അപ്പം ഈ പ്രണവാണെങ്കിലും എന്നെ ഇരുത്താത്തതുകൊണ്ട് ഞാൻ നോക്കും. പക്ഷെ ഒറ്റ പുളിപ്പേരിക്കില്ല. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണേ. എനിക്ക് പോലും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒന്ന് കിട്ടിയെന്നത് ഞങ്ങൾക്ക് കിളി എന്തോ കടിച്ചപ്പോൾ ഞങ്ങൾ കളഞ്ഞു.
അതിനിടയ്ക്ക് ഒരാളാണെങ്കിൽ അവിടെ പോയിരിക്കുന്നു, ഒരാളാണെങ്കിൽ ഇവിടെ. അപ്പം ഉച്ചയ്ക്ക് ശേഷം മേതക്കൂട്ടി കയ്യിൽ നിന്ന് ഒരു രക്ഷയില്ല. എപ്പോഴും വഴക്കാനോടെ കുളിപ്പരിക്കാണെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ നല്ലൊരു വെയിൽ കേട്ടോ, നല്ല വെയിൽ കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3:30 ഒക്കെ ആയി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുളിച്ച് ഫ്രഷായി ഞങ്ങളിനി പുറത്ത് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.